മനുഷ്യരെ, എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള അഭിവാദ്യങ്ങൾ, പുഞ്ചിരികൾ. സ്മൈൽ കേരള ഫ്യൂച്ചേഴ്സ് അസംബ്ലി സമാപിക്കുന്ന ഈ വേളയിൽ കുട്ടികൾ ലോകത്തോട് പ്രതീക്ഷയുള്ള വർത്തമാനങ്ങൾ പറയുകയാണ്. ഏറ്റവും പ്രതീക്ഷ നിറഞ്ഞതും ലളിതവുമായ മനുഷ്യ പ്രയോഗമാണ് പുഞ്ചിരി. എത്ര വിഷമിച്ചിരിക്കുന്ന മനുഷ്യന്റെ മുന്നിലും ഹൃദയം കൊണ്ട് ചിരിച്ചാൽ അയാളുടെ മുഖത്ത് പ്രതീക്ഷയുടെ തെളിച്ചം വിടരും. ഏതൊരാൾക്കും ആദ്യമായി നൽകാൻ കഴിയുന്ന സമ്മാനമാണ് ചിരി. പുഞ്ചിരി സദഖയാണെന്നാണ്, ദാനമാണെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. ഏത് ദരിദ്രനും നൽകാൻ കഴിയുന്ന ദാനം. ഈ ദാനം നൽകാൻ പിശുക്ക് കാണിക്കുന്നവരുണ്ടോ? കൗതുകം തന്നെയല്ലേ അത്. ശത്രുക്കളുടെ ശത്രുത കുറയ്ക്കാൻ, വഴിതെറ്റുന്നവരെ നല്ല വഴിയിലാക്കാൻ, നന്മയുള്ള നാടിനെ സൃഷ്ടിക്കാൻ നമ്മുടെ കയ്യിലുള്ള മികച്ച ആയുധം ഉപാധികളില്ലാത്ത ചിരിയാണ്. നമ്മൾ കുറെ ചിരിക്കുന്നവരാണ്. പുതിയ കാലത്ത് വിശേഷിച്ചും തമാശകൾ കണ്ടും തമാശകൾ പറഞ്ഞും പൊട്ടിച്ചിരികൾ പതിവാണ്. അത് അമിതമായ അപകടകരമാണ്. എന്നാൽ പുഞ്ചിരി അവരുടെ മുന്നിൽ ഹൃദയം തുറന്നു വെക്കലാണ്. നിർഭയം ഇടപെടാനുള്ള അവസരം ഒരുക്കുകയാണ്. ഏറ്റവും നിഷ്കളങ്കമായി പുഞ്ചിരിക്കുന്നത് കുഞ്ഞുകുട്ടികളാണ്. പല്ലില്ലാത്ത മോണ കാട്ടി ലോകത്തിന്റെ വിഷമതകളെ അവർ ലഘൂകരിക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ കണ്ടിട്ടില്ലേ? മക്കളുടെ ചിരിയും കളിയും കുസൃതിയും കണ്ടാൽ ഏത് കഠിന ഹൃദയമാണ് അലിയാതിരിക്കുക. ചെറുപ്പത്തിൽ മനുഷ്യൻ നിഷ്കളങ്കമായി പുഞ്ചിരിക്കും. പിന്നെ ജീവിത സാഹചര്യത്തിൽ അവർ ചിരിക്കാൻ മറന്നു പോകും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദാ പുഞ്ചിരിക്കുന്നവരായിരുന്നു. കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ നിഷ്കളങ്കമായ മുഖഭാവം കണ്ടിട്ട് പോലും ക്രൂരത പ്രവർത്തിക്കുന്ന മനുഷ്യരിൽ പെടുമ്പോ സോഷ്യൽ മീഡിയയിലെ കടിച്ചു കീറലുകൾ കണ്ടാൽ തോന്നും നാട്ടിലാകെ ഉറപ്പാണെന്ന്. എന്നാൽ നാട്ടിലിറങ്ങി മനുഷ്യരുമായി ഇടപെട്ടു നോക്കൂ. മനുഷ്യർ തമ്മിൽ സ്നേഹത്തിലാണെന്ന് അപ്പോൾ തിരിച്ചറിയും. നമുക്കിടയിൽ വെറുപ്പുകൾ പരത്താൻ, ചെറിയ മതിലുകൾ കൊണ്ട് നമ്മളെ വേർതിരിച്ച് ലാഭം കൊയ്യാൻ ചില ഇരുട്ടിന്റെ ശക്തികൾ ശ്രമിക്കുന്നുണ്ട്. ആ ഇരുട്ടിൽ സ്നേഹം കൊണ്ടും സഹവർത്തിത്വം കൊണ്ടും ആ ഇരുട്ടിൽ നമുക്ക് വെളിച്ചം നിറക്കണം. അതിനായി നമ്മൾ കുട്ടികൾ പ്രതിജ്ഞയെടുക്കുകയാണ്. ഇന്ന് മാത്രമല്ല എന്നും നമ്മുടെ നാട്ടിൽ പുഞ്ചിരി നിറയണം. ഭാവിയുടെ നായകരായ വിദ്യാർത്ഥികൾ അതിനുവേണ്ടി ലെസ്മൈൽ കൂട്ടായ്മയോടൊപ്പം അണിചേരുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹ പുഞ്ചിരികൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.